NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സുരേഷ് ഗോപി പെരുന്ന സ്വയം ശുദ്ധീകരിക്കണം, ഒന്നുകിൽ ഇപ്പോൾ അവിടെയിരിക്കുന്നവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും, ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഇല്ലേ? അതുപോലെ വരട്ടെ. പക്ഷെ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റു ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാതെ. സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും രംഗത്തെത്തി. നിങ്ങളാണ് എല്ലാം എന്ന് കരുതരുതെന്നും എല്ലാം മന്നത്ത് പത്മനാഭന്റെ സംഭാവനയാണെന്നും ഉപരാഷ്ട്രപതി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തുകൂടി ഇടതിനെ അംഗീകരിക്കുന്നു, ഇടതിനൊപ്പം സഞ്ചരിച്ചു എന്നൊരു കാര്യം കൂടിയുണ്ട്. അതിനുള്ളൊരു പ്രതിഷേധം കൂടിയാണ് സുരേഷ് ഗോപിയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഉൾപ്പെടെ പറയുന്നുള്ളത്. അതെ, അതുതന്നെയാണ്. ഉപരാഷ്ട്രപതി തന്നെ തുടക്കമിട്ട ഉപരാഷ്ട്രപതിയുടെ വിമർശനം തുടക്കമിടുന്നു മന്നത്തിനെതിരെ. അതിനുശേഷമാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. അതായത് മന്നം ശുദ്ധീകരണം അല്ലെങ്കിൽ മന്നം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് വരുന്നത്. നേരത്തെ ഉപരാഷ്ട്രപതി പറഞ്ഞത് ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് മന്നം സമാധിയിൽ അല്ലെങ്കിൽ ആര് കയറണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള പരോക്ഷ വിമർശനവും NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉപരാഷ്ട്രപതി നടത്തി. ഏതായാലും ഡൽഹിയിലെ ഉപരാഷ്ട്രപതി ഇത്തരമൊരു പരാമർശം നടത്തുമ്പോൾ അദ്ദേഹത്തിനെ മന്നം സമാധിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മന്നം സമാധിയിൽ അദ്ദേഹത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയുടെ ഈ പരാമർശം. ഏതായാലും വൻ വിവാദത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. BJP കേന്ദ്ര സർക്കാരും NSSനെതിരെ പരോക്ഷമായ ജനറൽ സെക്രട്ടറിയെതിരെ പരോക്ഷമായ രംഗത്ത് വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇത് വായിച്ചെടുക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിയിൽ സാധാരണ ഉപരാഷ്ട്രപതിയൊന്നും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരാമർശം നടത്താറില്ല. പക്ഷേ രാഷ്ട്രീയ പരാമർശത്തിൻ്റെ വേദിയായിട്ട് ഇന്നത്തെ ചടങ്ങ് മാറി. അതാണ് ശരത്ത്. ഉപരാഷ്ട്രപതി ഉൾപ്പെടെ ആണ് ഇപ്പോൾ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിവരങ്ങളാണ് ശരത് ലാൽ നൽകിയത്.